ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് 5 മാസം പ്രായമുള്ള ഒരു കുട്ടി സാധാരണയായി എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നത്, അവരുടെ പെരുമാറ്റ രീതികൾ എന്തൊക്കെയാണ്, എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ വീഡിയോയിലോട്ട് കിടക്കാം. ആദ്യം നമുക്ക് ബേബിയുടെ ഗ്രോത്തിനെ കുറിച്ചിട്ട് പറയാം. ബേബി ബർത്ത് സമയത്ത് എത്രയായിരുന്നോ വെയിറ്റ് ഉണ്ടായിരുന്നത് അതിൻ്റെ ഡബിൾ വെയിറ്റ് വേണം 5 മാസം പ്രായമുള്ള ഒരു കുട്ടിക്ക്. ഉദാഹരണത്തിന് ബർത്ത് സമയത്ത് 3 ഉണ്ടായിരുന്ന കുട്ടി 5 മാസമാകുമ്പോഴേക്കും 6 വെയിറ്റ് വരണം. ചില കുട്ടികൾ 4-ാം മാസത്തിൽ ബർത്ത് വെയിറ്റിൻ്റെ ഇരട്ടി വെയിറ്റ് വരാറുണ്ട്. അത് നോർമലായിട്ടുള്ള ഒരു കാര്യമാണ്. 6 മാസമായിട്ടും ബർത്ത് വെയിറ്റിൻ്റെ ഡബിൾ വെയിറ്റ് വരുന്നില്ല എന്നാണെങ്കിൽ ഡോക്ടറെ കാണിക്കേണ്ടതാണ്. ബേബീസിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് ഓരോ മാസവും 1 സെൻറ്റിമീറ്റർ വെച്ച് കൂടി വരും. ബേബീസിൻ്റെ ഉറക്കത്തെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ 6 മണിക്കൂർ വരെ 5 മാസം പ്രായമുള്ള ഒരു കുട്ടി ഉറങ്ങാറുണ്ട്. ചില കുട്ടികൾ 7 മുതൽ 9 മണിക്കൂർ വരെ ഉറങ്ങുന്നതായിട്ടും കാണാറുണ്ട്. പിന്നെ നമ്മൾ കുട്ടികളെ നൈറ്റും ഡേയും തിരിച്ചറിയിപ്പിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഉറക്കം കുട്ടികളുടെ ഡെവലപ്മെൻറ്റിന് വളരെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യം കൂടിയാണ്. അപ്പോൾ 5 മാസം പ്രായമായ കുട്ടികൾ നൈറ്റൊക്കെ പൊതുവേ ഉറങ്ങാറാണ്, അങ്ങനെ കരയാറൊന്നും ഉണ്ടാവില്ല. 4 മണിക്കൂർ ഇടവിട്ട് പാല് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. കണ്ണാടിയിൽ സ്വന്തം മുഖം കാണാനായിട്ട് ഒരുപാട് ഇഷ്ടപ്പെടുന്നു. അമ്മയുടെ മുഖം തിരിച്ചറിയുന്നു. മറ്റുള്ളവരെ കാണുമ്പോൾ ചിരിക്കാനായിട്ട് തുടങ്ങുന്നു. കണ്ണുകളിലേക്ക് നോക്കുന്നു. നേരെ എടുത്തു നിർത്തുമ്പോൾ കുഞ്ഞു തല നിവർത്തിപ്പിടിക്കുന്നു. മറ്റുള്ളവരുടെ സഹായത്തോടെ കുഞ്ഞിന് ഇരിക്കാൻ കഴിയുന്നു. കുഞ്ഞുങ്ങൾക്ക് എത്തിപ്പിടിക്കാനും പരിശോധിച്ചു നോക്കാനും കഴിയും വിധം അവർക്ക് താല്പര്യമുണ്ടാക്കുന്ന വസ്തുക്കൾ നിലത്ത് വയ്ക്കുക. മുന്നിലുള്ള വസ്തുവിലേക്ക് കൈനീട്ടുകയും പിടിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. കുട്ടികളുമായി ആശയവിനിമയം നടത്താനായിട്ട് ശ്രമിക്കുക. കുട്ടികളുടെ ശബ്ദത്തെ അനുകരിക്കുക. നിങ്ങളുടെ ശബ്ദത്തോട് കുഞ്ഞ് അനുകരിക്കുമ്പോൾ കുഞ്ഞിനെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുക. ഈ സമയത്ത് കുട്ടികൾ എന്ത് കിട്ടിയാലും വായിലിടാനായിട്ടാണ് ശ്രമിക്കാറ്. അതവർക്ക് പല്ല് പിടിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ കാണിക്കുന്നത്. അതുകൊണ്ട് ടീത്തിങ് ടോയ്സൊക്കെ വാങ്ങിക്കൊടുക്കുന്നത് കുട്ടികൾക്ക് നല്ലതായിരിക്കും. ബേബീസിൻ്റെ കരച്ചിൽ കൃത്യമായി അമ്മയ്ക്ക് 5-ാം മാസമൊക്കെ ആകുമ്പോഴേക്കും കൃത്യമായി അമ്മയ്ക്ക് എന്തിനാണ് കരയുന്നത് എന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. വിശന്നിട്ടാണോ, ഉറക്കം വന്നിട്ടാണോ, എടുക്കാൻ വേണ്ടിയിട്ടാണോ എന്നൊക്കെ അറിയാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത്. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഇനിയും ഇതുപോലത്തെ നല്ല വീഡിയോസായിട്ട് വീണ്ടും വരുന്നതാണ്. അപ്പോൾ ഓക്കെ, ബൈ ഡിയേഴ്സ്.